ഇവിടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ആലപ്പുഴ നഗരസഭയുടെ തണ്ണീർപ്പന്തൽ കുറച്ച് കാലമായിട്ടുണ്ടോ ഇത്? കുറച്ച് ഈ വേനൽക്കാലത്ത് എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതുപോലുള്ള ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി ആളുകൾക്ക് നല്ല കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ തന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് നഗരസഭ തന്നെ തണ്ണിമത്തം കൊടുക്കും. ഈ ചൂടത്ത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? വലിയ പാടാണ്. തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കൂടി വരികയാണ്. പല പ്രചരണങ്ങൾ ഞാൻ കേട്ടു. അപ്പോൾ അതിൽ ഒരു പ്രചരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് പോയ ഏക ഇടതുപക്ഷ MP എന്ന നിലയിൽ അങ്ങയുടെ പാർലമെന്റിലെ പ്രകടനത്തെക്കുറിച്ച് വലിയ തർക്കമൊന്നുമില്ല. പക്ഷേ ആലപ്പുഴ മണ്ഡലത്തിൽ ഈ MP എന്ത് കൊണ്ടുവന്നു, ഫ്ലൈ ഓവർ കൊണ്ടുവന്നത് KC വേണുഗോപാലാണെന്നൊക്കെയാണ് ഇന്നലെ ചർച്ചയിൽ ആൾക്കാർ പറഞ്ഞത്. അല്ല, ഞാൻ KC വേണുഗോപാലിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. വർഷങ്ങളായി ഒരു 40 വർഷത്തെ ചരിത്രമുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ആരംഭിച്ച ചരിത്രമാണ് ഇതിനുള്ളത്. ഇങ്ങനെ പല 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 ഘട്ടങ്ങൾ പലതവണ ഒരു 5-6 കല്ലിൻ്റെ പേരിൽ പലരായിട്ടിട്ടുണ്ട്. കല്ലെല്ലാം അവിടെ കിടപ്പുണ്ട്. ആ കല്ലൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു ബൈപ്പാസ് ഉണ്ടാക്കാം. അവസാനം പിന്നെ നിതിൻ ഗഡ്കരി വന്നതിന് ശേഷമാണ് കല്ലിട്ടത്. സ്റ്റേറ്റും സെൻട്രലും കൂടെ ചേർന്നുള്ള പ്രോജക്റ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പകുതിയാണ്. ആ പകുതിയിൽ ഇപ്പോൾ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു 10% അതിൻ്റെ പില്ലറിൽ പോലും വർക്ക് തുടങ്ങിയിട്ടില്ല. ബാക്കിയെല്ലാം യഥാർത്ഥത്തിൽ ആ വർക്ക് ഒരു 85% അത് 90% അതിൻ്റെ വർക്ക് നടത്തിയത് നമ്മുടെ G. സുധാകരൻ എന്ന് പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വിൽ പവർ കൊണ്ടാണ്. അത് സമ്മതിച്ചേ വരുന്നത്. പക്ഷെ ഞാൻ വരുമ്പോഴുള്ള സ്ഥിതി എന്ന് വെച്ചാൽ 2019 ഞാൻ അതിൻ്റെ പൂർവ്വ അവകാശങ്ങളൊന്നും എനിക്കില്ല. 2019 ഞാൻ വരുമ്പോൾ 1.5 കൊല്ലക്കാലമായി മുടങ്ങിക്കിടക്കണം. എൻ്റെ പേപ്പർ കട്ടിങ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞാനൊരു രേഖ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലമായി കിടക്കും. ജസ്റ്റ് റെയിൽവേയുടെ മാനദണ്ഡം അനുസരിച്ചല്ല നാഷണൽ ഹൈവേ ഗർഡർ സ്ഥാപിക്കാനുള്ള പ്ലാറ്റ്ഫോം പണിതിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ. നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് ഞങ്ങൾ ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള തർക്കം മൂത്ത് ചെന്നൈ IITക്ക് വിട്ടു. IIT പറയുന്നു NHI ചെയ്തതിൽ തെറ്റില്ല എന്ന്. റെയിൽവേ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഈ പ്രശ്നത്തെ കൂടി ഇനി അടുത്തത് നാഷണൽ ഹൈവേ അപ്പീൽ അടുത്ത ഫോറത്തിൽ പോകാൻ പോവാണ്. ഈ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പോയാൽ പിന്നെ ഒരു 10 കൊല്ലം കൂടെ പോകും. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ തർക്കം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ റോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവകാശവാദം പദ്ധതി കൊണ്ടുവന്ന പക്ഷെ പദ്ധതി നടപ്പിലാക്കാൻ നീണ്ടുപോകുമായിരുന്ന പദ്ധതി വേഗത്തിലാക്കി. അത് അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇതിന് അനാവശ്യമായ നേതൃത്വം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അക്കാര്യത്തിലുള്ള സംശയ പ്രശ്നം. അപ്പോൾ അത് വന്ന് 2 കൂട്ടരും കൂടി ഇരുത്തി മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കൂടി ഒരു നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഇരുത്തി മണിക്കൂറോളം ചർച്ച ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം. ഇത് ഏതൊക്കെ പ്രീവിയസ് എക്സ്പീരിയൻസ് വല്ലതുണ്ടോ നോക്കിയപ്പോൾ ചാക്കയിലുണ്ട്, അപ്പോൾ പലയിടത്തുണ്ട്. അപ്പോൾ ആ അത്തരം ഡിസ്പ്യൂട്ടുകൾ എങ്ങനെ സോൾവ് ചെയ്തോ ആ മാതൃകയിൽ ഇത് സോൾവ് ചെയ്ത് വേഗത്തിലാക്കി. ഈ ഇടതുമുന്നണി ക്യാമ്പിൽ നിൽക്കുന്ന സമയത്തും ആരിഫ് MP ഒരു വിശ്വാസയത്തിന് തുടരുന്നു. ഇപ്പോൾ നോമ്പെടുക്കുന്ന ഒരു ഇടതുമുന്നണി പ്രവർത്തകനാണ്, ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഇത് ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. ഇല്ല, അതൊന്നുമില്ല. നമ്മൾ വിശ്വാസം നമ്മുടെ വിശ്വാസമാണ്. ഒരിക്കലും മറ്റു മതങ്ങളെ എന്തെങ്കിലും അവർക്ക് ആ മതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള പിന്നെ സ്പർദ്ധ ഉണ്ടാക്കുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ വിവേചനത്തോട് പെരും ഞാനെല്ലാ ആരാധനാലയങ്ങളും പോകുന്നയാളാണ്. അതെ, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഓച്ചറയിൽ ചെന്ന് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് ഓച്ചറയായിരുന്നു അന്ന്. അപ്പോൾ അവിടെ ഒരു 100-300ഓളം പേര് പാർട്ടി പ്രവർത്തകർ LDF പ്രവർത്തകരും വന്നു. ഓടി വന്ന് മുല്ലപ്പൂമാല മറ്റ് ഷോള് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കൊച്ചമ്പലമുണ്ട്. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ആ കൊച്ചമ്പലത്തിൽ അവിടുത്തെ പൂജാരിയായിട്ട് നിൽക്കുന്ന LC മെമ്പറ. അപ്പോൾ സഖാവേ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് വിളിച്ച് വന്ന പാടെ തന്നെ പുള്ളി കുറിയിട്ടു. നമുക്ക് കുറിയിട്ടിൽ നമ്മൾ കയറി അതിനകത്ത് വിളിച്ച് ഞാൻ വരും, എനിക്ക് കുറിയിട്ട് തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പുള്ളി ആ സന്തോഷത്തിലങ്ങ് ചെയ്തതാണ്. അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ 3ാമത് അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു അമ്പലത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് സമയത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അന്ന് ഈ ഹോളി പോലത്തെ ഒരു ആഘോഷമുള്ള ദിവസമാണ്. അത് ഇതുപോലെ തന്നെ സംഭവിച്ചു. ഈ ബാൻ സെക്രട്ടറിയാണ് കൊണ്ട് ചെണ്ടയും കൂട്ടി വരുന്നത്. എന്നെ കണ്ട സന്തോഷം ചെണ്ട എടുത്തിട്ട് കഴുത്തിലോട്ട് ഓടി തന്നു. ഞാൻ അടിച്ചു, ഓടി അടിച്ചു. ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ്. അപ്പോൾ ഇങ്ങനെ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടങ്ങ് പോകും. ഇതെങ്ങനെ ചെയ്തു? ഞാൻ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം ചെയ്തു, സന്തോഷത്തോട് പിരിഞ്ഞു. പിറ്റേ ദിവസം മുതൽ കോൺഗ്രസ് ഗ്രൂപ്പുകൾ ലോകം മുഴുവനുള്ള മുസ്ലിം ഗ്രൂപ്പുകളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആരിഫ് മതം മാറി, പിന്നെ എന്താണ് മുസ്ലിമിന് നിരക്കാത്ത പണി ചെയ്തു, അതുകൊണ്ട് മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് എവിടെ വളരെ സ്പെസിഫിക്കായി മറ്റ് ഗ്രൂപ്പുകളിലേക്കൊന്നും പോകരുത്,
ഏതാ കറക്റ്റ് മുസ്ലിം ഗ്രൂപ്പുകളിലേക്ക് ഈ സാധനം കോൺഗ്രസ് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആലപ്പുഴയിൽ താങ്കൾക്കെതിരെ വർഗീയ പ്രചരണത്തിന്റെ ഒരു ഭാഗം അത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തോ ബി ജെ പിക്കാർ ഹിന്ദു ഗ്രൂപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 വിജയിച്ചു വന്ന ഉടനെ നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു നല്ല സ്വീകരണം തന്നു, വാളും പരിചയമൊക്കെ തന്നു. 10-75ഓളം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. പിന്നെ സ്വീകരണം കഴിഞ്ഞ് പിരിയാൻ നേരം ജനം ടി വിക്കാരൻ ഒരു ചോദ്യം, ശബരിമലയിലെ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാട് ഈ വമ്പൻ തോൽവിക്ക് കാരണമായിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും നിലപാട് നന്നായി വിശദീകരിച്ചിട്ടുള്ള സ്ഥലത്ത് തോൽവി ഉണ്ടായിട്ടില്ല. അത് വിശദീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ചിലപ്പോൾ തോൽവി ഉണ്ടാവും. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലാതെ ഒരു യുവതി വന്നാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ സുപ്രീം കോടതി ചോദിക്കും, കഴിവില്ലാത്ത ഗവൺമെൻറ് എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഇത് സുവർണാവസരമായി മോഡി ഉപയോഗിക്കും, പിരിച്ചുവിടും. കോടതി ഉത്തരവനുസരിച്ച് ഞാൻ പിരിച്ചുവിട്ടാന്ന് പറഞ്ഞാൽ പോരെ? കോടതി പറഞ്ഞിട്ട് പിരിച്ചുവിട്ടാന്ന് പറഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും വന്നാൽ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നല്ലാതെ ആരെങ്കിലും വരുത്തിയേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കില്ലായിരുന്നു. പാർട്ടി അവിടെ ഭക്തരെ കയറ്റാനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞാൽ എത്രയോ SFI DYFIക്കാരടക്കം ലക്ഷക്കണക്കിന് യുവതിവാക്കൾ അവിടെ വരുത്തില്ലായിരുന്നു. ഞങ്ങൾ ഒരാളോട് പറഞ്ഞു, ഒരാളോട് പറഞ്ഞില്ല, ഒരാളെ വരുത്താൻ ശ്രമിച്ചില്ല. ഞങ്ങൾ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. ആ വീഡിയോ ഉണ്ട്, ഫുൾ വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോയുടെ ആദ്യ ഭാഗം പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ശ്രീ എം ആരിഫ് പറഞ്ഞത്, എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആ വ്യത്യാസം ഒന്ന് നമുക്കൊന്ന് നോക്കാം. എം ആരിഫ് യഥാർത്ഥത്തിൽ പറഞ്ഞതായി പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോ നമുക്ക് ആദ്യം കാണാം, ഒന്ന് കേട്ടിട്ട്. ജസ്റ്റ് ഒരു കോൾ പോരെ, ഒറ്റ കോൾ. നാളെ മുതൽ 40 വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ SFIക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കോൾ ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് ഏത് പോലീസും പട്ടാളവും പീരങ്കി ഉണ്ടല്ലോ. അതായത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നാൽ SFI DYFI പ്രവർത്തകർ വരുമായിരുന്നില്ലേ എന്ന ഭാഗത്ത് വെച്ച് അവർ കട്ട് ചെയ്തു. അവിടെ വെച്ച് നടുക്ക് വെച്ച് കട്ട് ചെയ്തു, നെഞ്ചത്ത് വെച്ച് കട്ട് ചെയ്യാന്നൊക്കെ പറയുന്നില്ല, അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതാണ് ആരിഫ് പറയുന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ എം ആരിഫ് പറഞ്ഞത് എന്താണ് അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം, അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഒരാളെയും കേട്ടാൻ ഒരു പിടിവാശിയില്ലായിരുന്നു. അതാണ് ഇത് ഫാക്ട്. ഈ ഫാക്ട് നമ്മൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ഗവൺമെന്റിന് മുമ്പിൽ ഇങ്ങനെ ഒരു വിധി വന്ന പശ്ചാത്തലത്തിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തണം, അത്രേ ഉള്ളൂ. അല്ല കയറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ, അതാണ് കേറ്റാൻ ആഗ്രഹമില്ലായിരുന്നു ഞാൻ പറഞ്ഞത്. കയറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതല്ല, കേറ്റാൻ ആഗ്രഹമില്ലായിരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വെല്ലുവിളിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒന്നും തീരുമാനമൊന്നും എടുത്തില്ല. അല്ല അത് ഇതിന്റെ ഇടയിൽ 2 പ്രവർത്തനങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതായിരിക്കും. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, ഇത് അതിനകത്ത് അതാ ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു, തിരുവനന്തപുരത്തൊക്കെ. അപ്പൊ അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കൂടുതൽ നല്ല നിലയിൽ അത് പറയണമായിരുന്നു. കാര്യം നവോത്ഥാന പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇലക്ഷൻ്റെ ഇടയ്ക്ക്. അതിപ്പോ ഒരു സംഘടനയുടെയും പ്രവർത്തനത്തിന്റെ ഇടയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് സ്വാഭാവികമാണല്ലോ. എല്ലാ ഇലക്ഷൻ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടെങ്കിലും ചെയ്തു പോകും. ആ അർത്ഥത്തിൽ പറഞ്ഞായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ എം ആരിഫ് പറഞ്ഞത്. പക്ഷേ അതിനെ വളച്ചൊടിച്ച് വർഗീയ പ്രചരണം നടത്തുകയാണ് കോൺഗ്രസും BJP എന്നുള്ളതാണ് വളരെ വലിയ ആരോപണം. BJP പിന്നെ അത്തരം പൊളിറ്റിക്സ് ആണ് എപ്പോഴും, അവരുടെ റോൾ അതാണല്ലോ. അതായത് കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കി, ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി, ഒരു ധ്രുവീകരണം ഉണ്ടാക്കി, അതിൽ ഹിന്ദു വോട്ട് കിട്ടാൻ എത്രത്തോളം പറ്റും അതാണ് അവരുടെ പൊളിറ്റിക്സ്. അത് അവർ ചെയ്യുന്ന മനസ്സിലാക്കാം. ആ വീഡിയോ എടുത്ത് കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കുകയാണ്. ഇപ്പുറത്തായിട്ട് മുസ്ലിം ഗ്രൂപ്പുകളിലേക്ക് വേണ്ടി ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നതെടുത്ത്, മണ്ണറശാല എൻ്റെ മണ്ഡലത്തിലാണ്, പോകാതിരിക്കാൻ പറ്റുമോ? അവിടെ പോകുന്ന ഒരുപാട് സഹകരിക്കുന്ന ഒരു നല്ല ക്ഷേത്രം ആണ് ഇപ്പോൾ പിന്നെ നമ്മുടെ നവകേരള സദസ്സിന് അവരാണ് ഫുൾ ഫുഡ് കൊടുത്തത്. അവിടെയാണ് ചെട്ടികുളങ്ങര അമ്പലം എൻ്റെ മണ്ഡലത്തിലാണ്, ആലപ്പുഴയിലാണ് പ്രസിദ്ധമായ മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ എല്ലാ ചടങ്ങുകളിൽ എന്നെ വിളിക്കും, പ്രസംഗിക്കും. എനിക്കറിയാവുന്ന മഹാഭാരതം, എനിക്കറിയാവുന്ന രാമായണം. ഞാൻ പറയുന്നത് തനിക്ക് അവകാശപ്പെട്ട രാജാധികാരം തൻ്റെ അനുജൻ ഭരതന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ട് 14 വർഷക്കാലം വനവാസത്തിന് പോകാൻ തയ്യാറായ സഹിഷ്ണുതയുടെ, സഹനത്തിൻ്റെ, ക്ഷമയുടെ പര്യായപദമാണ് എനിക്കറിയാവുന്ന ശ്രീരാമൻ. എന്നാൽ
ആ ശ്രീരാമനെ തന്നെ അധികാരത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ ശ്രീരാമൻ പൊറുക്കുമോ എന്നോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെ സ്വാഭാവികമായി ഞാൻ അതൊക്കെ രാമായണം ഉദ്ധരിക്കും, മഹാഭാരതം ഉദ്ധരിക്കും, അത് ബൈബിൾ ഉദ്ധരിക്കും. ഈ ബൈബിൾ വചനങ്ങളിൽ എന്നോട് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ആരിഫ് പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞങ്ങൾ ബൈബിൾ ഒന്നുകൂടെ വായിച്ചിട്ടേ വരത്തുള്ളൂ. കാര്യം ബൈബിൾ കോട്ട് ചെയ്ത് നമ്മൾ പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും വിളിച്ചെഴുന്നുള്ള എല്ലാ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു. പക്ഷേ ആരിഫ് എം പിക്ക് അതിനകത്ത് ഒരു ഉത്കണ്ഠയുമില്ല. അതായത് വർഗീയ പ്രചരണം നടത്തുന്നത് ശരിയല്ല, അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. പക്ഷേ ആ വർഗീയ പ്രചരണം നടത്തുമ്പോഴും ആരിഫ് എം പി അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കില്ല. ഇല്ല ഞാൻ അതായത് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും നമ്മൾ വിജയിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം ഉള്ളപ്പോഴും പരാജയപ്പെട്ടാൽ ഈ മതേതര മുഖം ഒരു വ്യാജ മുഖമല്ല. അല്ല അതാണ് ഞാൻ പറയുന്നത്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാളെ ഓച്ചില പോകണമെന്ന് വെച്ചാൽ അവർ വിളിച്ചാൽ അവിടെ പോകും, മണ്ണാർശാല പോകണമെന്ന് വെച്ചാൽ പോകും, അല്ലേ? മുല്ലയ്ക്കൽ അമ്പലത്തിൽ വരണമെന്ന് വെച്ചാൽ വരും എന്നുള്ളത് നമ്മളെ തടയാൻ. ഞാൻ ജനിച്ചു വളർന്ന മണ്ണല്ലേ ആലപ്പുഴ മണ്ണ്, എന്നെ നട്ട് നനച്ച് വളർത്തിയെടുത്ത് ഈ മണ്ണല്ലേ. അതേസമയം തന്നെ നോമ്പ് പിടിക്കുകയും ചെയ്യും. ആ വിശ്വാസത്തിന്റെ ഭാഗമായി പോവുകയും ചെയ്യും, പള്ളിയിൽ പോവുകയും ചെയ്യും. വെള്ളിയാഴ്ചകളിലെ നമസ്കരിക്കാൻ വെള്ളിയാഴ്ച പോകത്തില്ല. പിന്നെ നോമ്പ് മാസത്തിൽ മിക്കവാറും നോമ്പ് തുറ സമയത്തും രാത്രി പ്രാർത്ഥനയുണ്ടല്ലോ. ഇന്നലെ രാത്രി പ്രാർത്ഥനയ്ക്ക് പോയി. അതൊക്കെ ഞാൻ ചെയ്യും, എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ ഇനി ഒരു ചോദ്യം, ഇന്നലെ തുടങ്ങിയതല്ല, ഇലക്ഷൻ വന്നപ്പോൾ ചെയ്യുന്ന പണിയുമല്ല, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം പാർട്ടിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രമല്ല ആരിഫ് എം പി ഈ സ്ഥലങ്ങളിലൊക്കെ കണ്ടു തുടങ്ങിയത്, അതിനു മുമ്പ് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി വന്നിരിക്കുന്ന ആള് തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമേ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, അതിന് നല്ലത് ഉൾക്കൊള്ളാനും ശ്രമിക്കാറുണ്ട്.